ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരും ആ ഭരണമുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM-ഉം എത്രത്തോളം പ്രതിസന്ധിയിലാണ് എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് ഒന്നാകെ അറിയാവുന്ന കാര്യമാണ്. ഇന്ന് ആ പ്രതിസന്ധി എത്രത്തോളം വലുതാണ് എന്ന് നിയമസഭയ്ക്കകത്തും കേരളം കണ്ട ഒരു ദിനം കൂടിയാണ്. ഇന്ന് സഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എണ്ണീറ്റ് നിന്ന് തങ്ങളുടെ നിലപാട് അവിടെ പറഞ്ഞു. അതായത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന സമയത്ത് തങ്ങൾ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അന്നും ഇതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന വിഷയം ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ നിലപാട് UDF ഉയർത്തിപ്പിടിച്ചിരുന്നു. അന്ന് അവിടെ ശക്തമായ സമരവുമായിട്ടൊക്കെ തന്നെയാണ് UDF മുന്നോട്ട് പോയത്. അന്ന് UDF ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഹൈക്കോടതികളുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണം, ഒപ്പം തന്നെ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെ പുറത്താക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PS പ്രശാന്ത് മാറിയിരിക്കുന്നു. കാലാവധി കഴിഞ്ഞതോടുകൂടി മാറി പുതിയ പ്രസിഡന്റ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. പുതിയ ഭരണസമിതി അവിടെ ചുമതലയേറ്റിട്ടുണ്ട്. അപ്പോൾ മുൻപുന്നയിച്ച അതായത് 2024-25 കാലഘട്ടത്തിലെ സ്വർണ്ണം പൂശലുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, അതിൽ ദേവസ്വം മന്ത്രിയായിരുന്ന VN വാസവൻ രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ആവർത്തിക്കുകയാണ്. ഇക്കാര്യം തങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുള്ള സമരത്തിലാണ്, അത് തങ്ങൾ തുടരുകയാണ് എന്ന തങ്ങളുടെ നിലപാട് ചെയർമാൻ കൂടിയായ UDF-ന് ചെയർമാൻ കൂടിയായ VD സതീശൻ സഭയിൽ എണീറ്റ് നിന്ന് സ്പീക്കറെ അറിയിച്ചു. അതിനുശേഷം ശക്തമായ പ്രതിഷേധവുമായിട്ട് UDF മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആ പ്രതിഷേധങ്ങൾക്കിടയിലാണ് സ്പീക്കർ സഭാ നടപടികൾ തുടരാനുള്ള ഒരു നീക്കം നടത്തിയത്. എന്നാൽ ശക്തമായ പ്രതിഷേധമാണ് UDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള ഗാനം ഒക്കെ തന്നെ പാരഡി ഗാനം സഭയിൽ ഇങ്ങനെ ആവർത്തിച്ച് പാടിക്കൊണ്ടാണ് പ്രതിപക്ഷം ആ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഈ വിഷയത്തിൽ ഭരണപക്ഷം എത്രത്തോളം പ്രതിരോധത്തിലാണ് എന്നുള്ളത് നമ്മൾ ഇന്ന് സഭയ്ക്കകത്ത് കണ്ടതാണ്. മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ വിഷയത്തിൽ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ട് ഈ സ്വർണം എന്നുൾപ്പെടെയുള്ള വളരെ ബാലിശമായ കാര്യങ്ങളാണ് സഭയ്ക്കകത്ത് ഈ ഒരു മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടി പറഞ്ഞത്. സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണം, സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്താൽ സ്വർണം എവിടെയുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദുർബലമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആക്രമണത്തെ, ശക്തമായ അവരുടെ വിമർശനത്തെ നേരിടാൻ ഭരണപക്ഷം നടത്തിയ വളരെ ദുർബലമായ ചില വാദങ്ങളാണ് നമ്മൾ സഭയ്ക്കകത്ത് കണ്ടത്. ഒപ്പം തന്നെ സഭയ്ക്കകത്ത് ഇപ്പറയുന്ന പോലെ ഭരണപക്ഷ MLA-മാര് സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നിലനിൽക്കാത്ത അല്ലെങ്കിൽ യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത, നീതീകരിക്കാൻ കഴിയാത്ത ചില വാക്കുകൾ തല്ലിക്കൂട്ടി ഉണ്ടാക്കി ഒരു പാട്ടുണ്ടാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ നോക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. എന്തായാലും ഈ വിഷയത്തിലെ സർക്കാർ വളരെ പ്രതിരോധത്തിലാണ് എന്നുള്ളത് പിന്നീടുള്ള നിമിഷങ്ങളിൽ നമ്മൾ കാണുകയാണ്. എന്തായാലും സാധാരണഗതിയിലെ ഒരു സഭയിൽ ഇത്തരത്തിൽ ഭരണപക്ഷം തന്നെ വലിയ രീതിയിൽ കോലാഹലം ഉയർത്തി ശബ്ദം ഉയർത്തിക്കൊണ്ടുവന്ന് സഭാ നടപടികൾ ബഹളത്തിലാക്കുന്ന ഒരു കാഴ്ച ഇതിനോടകം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് CPM-ഉം മുന്നണിയും ഇത്തരത്തിൽ അവരുടെ MLA-മാരൊക്കെ തന്നെ സഭയ്ക്കകത്ത് പാരഡി ഗാനങ്ങളൊക്കെ പാടിക്കൊണ്ട് സഭയെ കലുഷിതമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാത്രവുമല്ല, അതിനുശേഷം ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ സ്പീക്കർ സഭാ സമ്മേളനം ഉടനടി നിർത്തിവെക്കുകയും പിന്നീട് അടുത്ത ചൊവ്വാഴ്ച ചേരാം എന്ന് പറഞ്ഞുകൊണ്ട് സഭ പെട്ടെന്ന് പിരിയുകയുമാണ് നമ്മൾ കണ്ടത്. സഭ പിരിഞ്ഞതിന് ശേഷം സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാക്കളാണ് ഈ പറയുന്ന പോലെ പുറത്തു വന്ന മാധ്യമങ്ങളെ കാണുന്നത്. എന്നാൽ പതിവിന് വിപരീതമായിട്ട് ഇന്ന് ആദ്യം തന്നെ ഭരണപക്ഷ നേതാക്കൾ വന്നുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്ന ഒരു അസാധാരണ സാഹചര്യം കൂടി നമ്മൾ ഇന്ന് കണ്ടു. എന്തായാലും ഭരണപക്ഷത്തിൽ നിന്ന് പറയുന്ന പോലെ മുൻ മന്ത്രി KK ശൈലജ ഉൾപ്പെടെയുള്ളവരാണ് പുറത്തു വന്ന് മാധ്യമങ്ങളിൽ പ്രതികരിച്ചത്. അവരുടെയൊക്കെ തന്നെ വാദങ്ങൾ ഈ വിഷയത്തില് സഖാക്കന്മാരെല്ലാം, അത് മൂത്ത സഖാക്കന്മാരാണെങ്കിലും ഇളയ സഖാക്കന്മാരാണെങ്കിലും എല്ലാം ഉന്നയിക്കുന്ന വാദങ്ങൾ വളരെയധികം തമാശയാണ് എന്ന് നമുക്ക് കാണേണ്ടി വരുന്നുണ്ട്. അവരൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യം, ഈ വിഷയത്തില് അല്ലെങ്കിൽ അവർ ചോദിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ആരാണ്, ഞങ്ങൾ സഖാക്കളല്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ആ പാട്ട് തെറ്റാണ് എന്ന് അവർ ചൂണ്ടിക്കാട്ടുകയാണ്. അതിൽ വസ്തുതാവിരുദ്ധമാണ് ആ കാര്യം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നത് 2007 എന്നുള്ളത് തെളിവ് സഹിതം പുറത്തു വന്ന കാര്യമാണ്. 2007 ആരാണ് കേരളം ഭരിക്കുന്നത്? 2006 ആദ്യത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലാവധി കഴിഞ്ഞുകൊണ്ട് 2006 പൊതു തെരഞ്ഞെടുപ്പ് നടന്ന് LDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. VS-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ കേരളം ഭരിച്ചത്. 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി അധികാരത്തിൽ വരുന്നപ്പോൾ LDF സർക്കാരിന്റെ കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത്. അന്ന് ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത്
ഇപ്പോഴത്തെ തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. അപ്പോൾ ഇക്കാര്യങ്ങളൊന്നും തന്നെ സഖാക്കന്മാർക്ക് അറിയില്ലയോ? അന്നൊക്കെ തന്നെ സഭയിലുള്ള കെ ശൈലജ ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കൾക്ക് ഇക്കാര്യങ്ങളൊന്നും അറിയില്ലയോ എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഒപ്പം തന്നെ അവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, അവർ ന്യായീകരിക്കുന്നത്, കെ ശൈലജ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ന്യായീകരിക്കുന്നത് സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം പുറത്തു വന്നല്ലോ, അതെന്തുകൊണ്ട് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നില്ല, അതെന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല എന്നതാണ്. അതേസമയം തന്നെ അവര് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനുമൊത്തുള്ള ഫോട്ടോകളെ കുറിച്ച് അത് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന തരത്തിൽ അവർ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ CPM-നൊക്കെ സംശയമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് വി ശിവൻകുട്ടി സഭയിൽ പറഞ്ഞതുപോലെ സ്വർണം കട്ടത് സോണിയാഗാന്ധിയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അവർക്ക് ഒരു പരാതി SIT-ക്ക് കൊടുക്കാവുന്നതാണ്. സോണിയാഗാന്ധിയെ SIT വിളിച്ച് ചോദ്യം ചെയ്യട്ടെ. സോണിയാഗാന്ധിയുടെ വസതി റെയ്ഡ് ചെയ്ത് അവിടെ സ്വർണം ഇരിക്കുന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകട്ടെ. അതിനുള്ള ഒരു നീക്കമല്ലേ നടത്തേണ്ടത്, അതിനുള്ള ഒരു ആവശ്യമല്ലേ അവർ ഉന്നയിക്കേണ്ടത്, അല്ലാതെ ഇത്തരത്തിൽ വെറുതെ ആരോപണം പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പോൾ അത്തരത്തിൽ അവർക്കൊരു വിഷയമുണ്ടെങ്കിൽ അത് SIT-യെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു പകരം വെറുതെ ഇങ്ങനെ സോണിയാഗാന്ധിയെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട്, സോണിയാഗാന്ധിയെ ഒരു പുകമറയിൽ നിർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള നീക്കമാണ് CPM-ന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നടത്തുന്നത്. മാത്രവുമല്ല, ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അയൽവാസി വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്, താൻ പോയിട്ടുണ്ട്, തന്നെ വിളിച്ചതാണ് ഒരു യാത്രക്കിടയിൽ, തന്നെ അടിയന്തരമായിട്ട് വിളിച്ചത്, ഒരു ചടങ്ങിന് വേണ്ടി വിളിച്ചതാണ്, അങ്ങനെ കുഞ്ഞിന്റെ നൂലുകെട്ടിനും അങ്ങോട്ടൊക്കെ പോയി എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് വാർത്തകൾ കൂടുതൽ വിശദമായിട്ട് വന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവിന്റെ ഒരു പിറന്നാൾ ചടങ്ങിനാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ പോയത്. കടകംപള്ളി സുരേന്ദ്രൻ അവിടെ ചെന്ന് കടകംപള്ളി സുരേന്ദ്രനൊപ്പം വന്ന് റാന്നി MLA ആയിട്ടുള്ള രാജു എബ്രഹാം ഉൾപ്പെടെയുണ്ട്. അവരൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവിന് സമ്മാനങ്ങൾ കൈമാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ അതിന് മറുവാദവുമായിട്ട് രംഗത്തെത്തി. അത് ഞാൻ ഓർത്തില്ല, കുഞ്ഞിന്റെ പിറന്നാളാണെന്നാണ് ഞാൻ വിചാരിച്ചത്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവിന്റെ ചടങ്ങായിരുന്നു, താൻ ഒരു തവണ അവിടെ പോയിട്ടുണ്ട് എന്നൊക്കെ തരത്തിൽ ഇങ്ങനെ ഓരോ തെളിവുകൾ പുറത്തു വരുമ്പോൾ മാത്രം അതിനെ സമ്മതിച്ചുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് പുറത്തു വരുന്ന ഒരു കടകംപള്ളി സുരേന്ദ്രനെ നമുക്ക് കാണുന്നത്. അവിടെയാണ് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് കൂടുതൽ സംശയം ബലപ്പെടുന്നത്. നേരത്തെ തന്നെ ഇന്നലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായിട്ടുള്ള മൊഴി പുറത്തു വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ വലിയ ബന്ധമാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സമ്മതിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ മൊഴികളുടെ വിശദാംശങ്ങൾ ഇന്നലെ പുറത്തു വന്നിട്ട്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കാനായിട്ട് ഈ കടകംപള്ളി സുരേന്ദ്രൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട്. ഓരോ തെളിവുകൾ പുറത്തു വരുമ്പോൾ അതിന് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ന്യായവാദങ്ങൾ നിരത്തി ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഇവരുടെ നീക്കം അത് ഏത് തരത്തിലാണെങ്കിലും അത് വിജയിക്കാൻ പോകുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തില് LDF CPM കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ കൂടുതൽ കുരുക്കിലേക്ക് അങ്ങനെ പോവുകയാണ്. അദ്ദേഹത്തിന്റെ ന്യായവാദങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിന് തന്നെ കുരുക്കായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ഈ പറയുന്ന പോലെ LDF സർക്കാരിന്റെ കാലത്താണ്. ഒപ്പം തന്നെ ഇപ്പോൾ കെ ശൈലജ എന്ന മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ പറയുന്ന പോലെ 4 സഖാക്കന്മാർക്കെതിരെ നടപടിയെടുക്കാത്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് അതിന് മറുപടിയില്ല. അവർ പറയുന്നത് അവർക്കെതിരെ കുറ്റം തെളിയട്ടെ എന്നാണ് പറയുന്നത്. ഒരു വശത്ത് 4 സഖാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോഴും അവർക്കെതിരായിട്ടുള്ള കുറ്റം ഇനിയും തെളിയണം. എങ്ങനെയാണ് തെളിയേണ്ടത് എന്ന് നമുക്കൊന്നും അറിയില്ല. ഇനിയിപ്പോൾ സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതിയും കുറ്റക്കാരെന്ന് വിധിച്ചാൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ CPM അവർ കുറ്റക്കാരാണെന്ന് തെളിയുക. അത്തരത്തിൽ നിലപാടെടുക്കുന്ന ബാലിശമായ നിലപാടെടുക്കുന്ന ഈ പറയുന്ന CPM-ന്റെ നേതാക്കളാണ്. മറുവശത്ത് സോണിയാഗാന്ധിയോടൊപ്പം ഒരു ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടതിന്റെ പേരിൽ സോണിയാഗാന്ധിയെ കുറ്റക്കാരിയാക്കി അവരെ ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ അവർ ഇതിനകത്ത് കുറ്റക്കാരിയാണ് എന്ന് വരുത്തി തീർക്കുന്നത് എത്രത്തോളം ബാലിശമായിട്ടുള്ള അല്ലെങ്കിൽ പൊതുസമൂഹം അവജ്ഞയോടെ തള്ളിക്കളയുന്ന, പൊതുസമൂഹത്തിന് കേട്ടാൽ ചിരി വരുന്ന തരത്തിലുള്ള ന്യായവാദങ്ങളാണ് മുതിർന്ന നേതാക്കൾ കെ ശൈലജ ഉൾപ്പെടെയുള്ള മുൻ മന്ത്രിയാണ് അവര്. അത്തരത്തിലുള്ള നേതാക്കളൊക്കെ തന്നെ നടത്തുന്നത്. തങ്ങളുടെ 4 സഖാക്കൾ ജയിലിനകത്ത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോഴും അവർക്ക് അതിനകത്തുള്ള പങ്കിനെ കുറിച്ച് ഇപ്പോഴും പാർട്ടി സംശയം പ്രകടിപ്പിക്കുകയാണ്. അതേസമയം തന്നെ ഇതുവരെയും ഏതെങ്കിലും കേസിൽ ഒരു മൊഴി പോലും എടുത്തിട്ടില്ലാത്ത കോൺഗ്രസിന്റെ സമുന്നതയായിട്ടുള്ള നേതാവ് സോണിയാഗാന്ധി ഒരു ചിത്രത്തിന്റെ പേരിൽ അവരെ ക്രൂശിക്കുകയും ചെയ്യുന്ന വളരെ ബാലിശമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ പറയുന്ന CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നതിൽ ഹൈക്കോടതി പോലും ഇന്നലെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു.
ഇന്നലെ ഈ കേസിലെ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത്. ഒന്ന്, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ, CPM-ന്റെ മുൻ MLA ആണ്. ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് അദ്ദേഹം തുടരുന്നു. ഒപ്പം തന്നെ മുരാരി ബാബു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. അതുകൂടാതെ ഇറോത്തം ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധൻ എന്നീ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതിയിൽ തള്ളപ്പെട്ടത്. ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ ബെഞ്ചാണ് 3 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത്. ആ ജാമ്യാപേക്ഷയിൽ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ വാദി ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഈ പ്രതികൾക്ക് ഈ കുറ്റകൃത്യത്തിലുള്ള പങ്ക് വളരെ വ്യക്തമാണ്. ഇത് ഒരു സാധാരണമായിട്ടുള്ള കുറ്റകൃത്യമല്ല. ശബരിമലയിലെ ഒരു അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ച ഒരു കേസാണ്. ആ സ്വർണത്തിന്റെ മൂല്യമല്ല അവിടെ കണക്കാക്കേണ്ടത്. ഒരു അയ്യപ്പന്റെ സ്വത്താകുമ്പോൾ അതിനെ വിലപിടിക്കാനാകാത്ത മൂല്യമാണുള്ളത്. അതുകൊണ്ട് ഇതിനെ ഒരു സാധാരണ കുറ്റമായിട്ട് കണ്ട് ബെയിൽ എന്ന് പറയുന്നത് ഒരു നിയമമാണ്. ജയിൽ എന്ന് പറയുന്നത് എക്സെപ്ഷൻ എന്നുള്ള സാധാരണ നമ്മൾ നിയമവ്യവസ്ഥയിൽ പറയുന്ന ആ ഒരു വാക്യം അത് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു കേസാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണ്. മാത്രവുമല്ല, SIT-യുടെ അന്വേഷണത്തിൽ കോടതി ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം SIT ചോദിക്കുന്നത് ഇത്രയും ആയിട്ട് പോലും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസിലെ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വളരെ നിർണായകമാണ്. തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കേസിലെ പ്രതികൾക്ക് അവസാനം വിചാരണ വരുമ്പോൾ അവർക്ക് നിസ്സാരമായിട്ട് തടിയൂരി പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രതികളെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനെ ഇടവരുത്തരുത്. അതുകൊണ്ട് കൂടുതൽ ഊർജ്ജമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. കൂടുതൽ ഗൗരവതരമായിട്ടുള്ള അന്വേഷണം വേണം. ഈ കാണാതെ പോയ സ്വർണം അത് കണ്ടെടുക്കേണ്ട ആവശ്യകത അത് അന്വേഷണ സംഘത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഉത്തരവ് കൂടിയാണ് ഇന്നലെ ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇങ്ങനെ വഴിതെറ്റി പോവുകയാണ്. ഏതെങ്കിലും തരത്തിൽ കേസിന്റെ അന്വേഷണ പരിധി മുൻകാലങ്ങളിലേക്ക് കൂടി കൊണ്ടുപോയി അതിൽ കോൺഗ്രസ് നേതാക്കളെയെങ്കിലും പ്രതികളാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആർക്കോ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുന്ന ഒരു അന്വേഷണ സംഘത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ ഫലമാണ് കഴിഞ്ഞ ദിവസം ഈ 2 കേസുകളിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിലേക്ക് എത്തിച്ചത്. ഇനിയിപ്പോൾ ഈ മാസം 30-ാം തീയതി ക്കുള്ളിൽ ഒരു പ്രാഥമിക കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2ാമത്തെ കേസിലും സ്വാഭാവിക ജാമ്യത്തിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. അങ്ങനെ ഈ 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം നേടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ കേസ് 2 കേസുകളിലെ 1-ാം പ്രതിയും ഗൂഢാലോചനയിലെ പ്രധാന പങ്കാളിയുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കും. അങ്ങനെ പിന്നീട് അതിനെ തുടർന്ന് മറ്റ് പ്രതികളെ ഓരോരുത്തർക്കായിട്ട് രക്ഷപ്പെടാവുന്ന ഒരു അവസരം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ SIT-യുടെ അന്വേഷണം വഴിതെറ്റി പോകുന്നു എന്ന് പറയുന്ന ഒരു സംശയം പൊതുസമൂഹത്തിൽ മൊത്തത്തിൽ ഉയരുന്നത്. ഒരുപക്ഷെ CPM-ഉം അതായിരിക്കാം ആഗ്രഹിക്കുന്നത്. അവർക്ക് പുറകോട്ട് പോയി അന്വേഷണത്തിന്റെ കാലപരിധി പുറകോട്ട് നീട്ടിക്കൊണ്ടുപോയി എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കളെ കൂടി ആ കേസിൽ ഉൾപ്പെടുത്തി അവരും പ്രതികളാണ് എന്ന് വരുത്തി തീർക്കേണ്ട ഒരു അനിവാര്യത ഇപ്പോൾ ഈ CPM-ന് ഉണ്ട്. അത് മനസ്സിലാക്കിയ CPM-ന്റെ ആ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടാണോ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്? പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അത്തരത്തിലുള്ള നീക്കങ്ങളാണോ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്? നിലവിലുള്ള പ്രതികൾ രക്ഷപ്പെട്ടാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ പ്രതിയാക്കണം എന്നുള്ള ഒരു ദുശാഠ്യത്തോടു കൂടിയാണോ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് എന്ന സംശയം ഇതിനോടകം തന്നെ പൊതുസമൂഹത്തിൽ ബലപ്പെട്ടിട്ടുണ്ട്.